എല്ലാവർക്കും നമസ്കാരം. PKG പാലായിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സാധാരണ റോഡുകളിലൊക്കെ കാണാറുണ്ടല്ലോ, KSEBയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്ന ചാർജിങ് പോയിൻറ്റുകൾ. ആ ചാർജിങ് പോയിൻറ്റുകളിൽ നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ റീചാർജ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമായിട്ടുണ്ട്. ചാർജ് മോഡ് എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമ്മുടെ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെല്ലാം തന്നെ ഈ ചാർജ് മോഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ എവിടെയെങ്കിലും യാത്രയൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഒന്ന് റീചാർജ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ എളുപ്പമുണ്ട് നമുക്ക്. ഈ കാണുന്ന KSEBയുടെ റീചാർജിങ് പോയിൻറ്റ് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. നമുക്ക് അത് നോക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു ചെറിയ പോസ്റ്റർ കാണാം. ഇത് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെക്കുറിച്ചുള്ളതാണ്. ആ QR കോഡ് സ്കാൻ ചെയ്താൽ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നത് ഇതിൻ്റെ പവർ പ്ലഗ് ആണ്. ഈ കാണുന്നത് അടച്ചു വെച്ചിരിക്കുന്നത് ഒരു 16 ആമ്പിയറിൻ്റെ പ്ലഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് റീചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള QR കോഡ് കൊടുത്തിട്ടുണ്ട്. ഇത് സ്കാൻ ചെയ്താണ് നമ്മൾ റീചാർജ് ചെയ്യുന്നത്. ഇത് എമർജൻസി സ്വിച്ചാണ്. നമുക്കൊന്ന് ഓഫ് ചെയ്യണമെങ്കിൽ ഇത് ഓഫ് ചെയ്യാം. പെട്ടെന്നൊന്ന് ഓഫ് ചെയ്യണമെങ്കിൽ അത് ഓഫായിട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ റെഡ് കളർ ഇൻഡിക്കേറ്ററിലായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനെക്കുറിച്ച് നോക്കാം. പ്ലേ സ്റ്റോറിൽ ചാർജ് മോഡെന്ന് സ്പേസ് ഇല്ലാതെ അടിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, സ്പേസ് ഇല്ലാതെ അടിച്ചു കൊടുക്കണം ചാർജ് മോഡെന്ന്. അപ്പോൾ നമുക്കിങ്ങനെയൊരു ഇത് കാണാം. ഇതാണ് രണ്ടാമത് കാണുന്നതാണ് ചാർജ് മോഡ്. ഇത് കണ്ടോ, സ്പേസ് ഇല്ലാതെയാണ് കാണുന്നത്. അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓൾറെഡി ഈ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് കാണുന്നത്. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ ആപ്ലിക്കേഷനുള്ളിലേക്ക് നമ്മുടെ പൈസ ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പേയ്മെൻറ്റ് ഒരു സ്കീം സെലക്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമുക്ക് കുഴപ്പമില്ലാത്ത ഒരെണ്ണം 99 രൂപയുടെ ഒരെണ്ണം നമുക്കിപ്പോൾ സെലക്ട് ചെയ്യാം. 28 ദിവസത്തേന് കിട്ടുന്നതാണിത്. അത് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മളെ ആപ്ലിക്കേഷനുള്ളിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഫോൺ പേ വഴി നമുക്ക് പൈസ അങ്ങോട്ട് സെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഫോൺ പേയോ ഗൂഗിൾ പേയോ ഏതെങ്കിലും മെത്തേഡിൽ. ഇപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് സെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ 99 രൂപ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മളെ ഇതിൽ നിന്ന് ഗൂഗിൾ പേയിൽ നിന്ന് സെൻഡായി. ഇപ്പോൾ നമ്മളെ ആപ്ലിക്കേഷനിൽ അത് വന്നു. ഇപ്പോൾ സക്സസ് ആയി. അതാണ് ടിക്ക് മാർക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ ക്യാഷ് തീരുന്ന സമയത്തും ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഏറ്റവും അടിയിലായിട്ട് ഈ കാണുന്നതുണ്ടോ, ഇത് നമ്മൾ ഏറ്റവും അടുത്ത ചാർജിങ് പോയിൻ്റാണ് കാണിക്കുന്നത്. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആപ്ലിക്കേഷനാണ് ആദ്യം കാണിക്കുന്നത്. ഇത് കണ്ടോ, ഏറ്റവും ആദ്യം കാണിച്ചേക്കുന്നത് നമ്മൾ നിൽക്കുന്നിടത്താണ്. ഈ മുന്നോട്ട് പോകും തോറും അടുത്തുള്ള വേറെ ചാർജിങ് പോയിൻറ്റുകൾ കാണിക്കും. പക്ഷേ ഏറ്റവും ആദ്യം കാണിക്കുന്നത് നമ്മളെ തൊട്ടടുത്തുള്ള ചാർജിങ് പോയിൻ്റാണ് കാണിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ലൊക്കേഷൻ എപ്പോഴും ഓണാക്കിയിടണം. ലൊക്കേഷൻ ഓണാക്കിയിട്ടാൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് സ്കാൻ ചെയ്യാനുള്ള QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തു. ഇനി നമുക്കത് നോക്കാം. ഇതെൻ്റെ ഫ്രണ്ട് അനൂപാണ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി നമുക്ക് വണ്ടിയൊക്കെ തന്ന് സഹായിച്ചത്. അതുപോലെ ഈ റീചാർജ് ചെയ്യുന്ന രീതിയൊക്കെ പറഞ്ഞു തന്ന അനൂപാണ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ആർക്കെങ്കിലുമൊക്കെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. നമ്മൾ ചാർജർ പ്ലഗിൽ കണക്ട് ചെയ്തു. ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വണ്ടി ഓലയുടെ ഒരു വണ്ടിയാണ്. അനുവിൻ്റെ വണ്ടി ഓലയാണ്. നമ്മളിവിടെ ചാർജിൻ്റെ പിന്ന് കുത്തി. ഇനിയിപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്താൽ മതി. ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്താൽ മതി.
QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുകയാണ്. ഓക്കെ, QR കോഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഇങ്ങനെ ഇനിഷ്യേറ്റിംഗ് ചാർജിങ് എന്ന് താഴെയായിട്ട് കാണിക്കും. അതിൽ ടച്ച് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണിക്കും. അതിന് ശേഷം ചാർജ് കയറാൻ തുടങ്ങും. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് ചാർജ് കയറുന്നത് കാണാം. അതുപോലെ തന്നെ എത്ര ശതമാനം ചാർജ് കയറിയെന്ന് നമുക്ക് പിന്നെ അറിയാൻ സാധിക്കും. എത്ര കറണ്ട് എടുത്തെന്ന് അറിയാൻ സാധിക്കും. ഇപ്പോൾ ഈ കാണുന്ന ബ്ലൂ കളർ ഇൻഡിക്കേറ്റർ ഗ്രീനായിട്ട് ചാർജ് കയറുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് കണ്ടോ? ഇനി നമ്മൾ ഈ ചാർജിങ് പോയിൻറ്റിൽ വരുമ്പോൾ ഇത് റെഡ് കളറിലാണ് ഈ ഇൻഡിക്കേറ്റർ കാണുന്നതെങ്കിൽ നമ്മൾ സൈഡിൽ കണ്ട ആ സ്വിച്ച് ഉപയോഗിച്ച് നമ്മളിത് ബ്ലൂ ആക്കിയതിന് ശേഷം വേണം നമ്മൾ ചാർജ് ചെയ്യാൻ. നമ്മുടെ വണ്ടിയിലെ ബാറ്ററി ഫുള്ള് ചാർജ് ആയി കഴിയുമ്പോൾ ഇത് കണ്ടോ, ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. വണ്ടി ഫുൾ ചാർജായി, ചാർജിങ് കംപ്ലീറ്റ് ആയി എന്നും പറഞ്ഞുകൊണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേരെ. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റീചാർജ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ആ സമയമൊക്കെ നമുക്ക് ലാഭിക്കാം. ഇനി ആ സമയത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ QR കോഡ് ഉണ്ട്. ചാർജിങ് പോയിൻ്റ് സൈഡിൽ QR കോഡ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ആവശ്യക്കാരൊന്ന് ചെയ്ത് വെച്ചേരെ, ഡൗൺലോഡ് ചെയ്ത് വെച്ചേരെ. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഇലക്ട്രിക് വണ്ടികൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തേരെ. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും കൂടെ ചെയ്തു തരും കേട്ടോ. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.